Hello, in this section we are discussing about the bottom relief of Indian Ocean. Indian Ocean. Pacific ഓഷ്യനെയും അറ്റ്ലാന്റിക് ഓഷ്യനെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി സ്മോളർ ആയിട്ടൊരു ഓഷ്യനാണ് ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഓഷ്യന്റെ നോർത്ത് ഏഷ്യയും സൗത്തില് അന്റാർട്ടിക്കയും ഈസ്റ്റില് ഏഷ്യൻ കോണ്ടിനെന്റും വെസ്റ്റില് ആഫ്രിക്കൻ കോണ്ടിനെന്റും സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഓസ്ട്രേലിയൻ കോണ്ടിനെന്റും ബൗണ്ട് ചെയ്താണ് കാണപ്പെടുന്നത്. ഇന്ത്യൻ ഓഷ്യന് പസഫിക് ഓഷ്യനും അറ്റ്ലാന്റിക് ഓഷ്യനുമായിട്ട് കോണ്ടാക്ട് വരുന്നത് അന്റാർട്ടിക്കയ്ക്ക് അടുത്ത് വെച്ചിട്ടാണ്. And the average depth of Indian Ocean is 4,000 meter. The major parts of coastal lands of Indian Ocean is formed by block mountains of Gondwana land which are compact and solid. ഇന്ത്യൻ ഓഷ്യന്റെ കോസ്റ്റൽ ലാൻഡ്സിലുള്ള പ്രധാനപ്പെട്ട മൗണ്ടെയ്ൻസ് എന്ന് പറയുന്നത് ഗോഡ്വാന ലാൻഡിൽ ഫോം ചെയ്തിട്ടുള്ള ബ്ലോക്ക് മൗണ്ടെയ്ൻസ് ആണ്. ഇത് വളരെയധികം കോമ്പാക്റ്റും സോളിഡുമായിട്ടുള്ള മൗണ്ടെയ്ൻസ് ആണ്. അതേസമയം ഇന്ത്യൻ ഓഷ്യനിലെ തന്നെ ഈസ്റ്റ് ഇൻഡീസിന്റെ കോസ്റ്റിൽ കാണപ്പെടുന്നത് 4 മൗണ്ടൻ ചെയിൻസ് ആണ്. ഇന്ത്യൻ ഓഷ്യൻ നോർത്തിൽ ഏഷ്യ, വെസ്റ്റിൽ ആഫ്രിക്ക, ഈസ്റ്റിൽ വീണ്ടും ഏഷ്യ, സൗത്തിൽ വരുന്ന സമയത്ത് അന്റാർട്ടിക്ക, സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഓസ്ട്രേലിയ ബൗണ്ട് ചെയ്ത് കാണപ്പെടുന്നു. The marginal seas are less in number than the Pacific and Atlantic Ocean. പസഫിക് ആൻഡ് അറ്റ്ലാന്റിക് ഓഷ്യനെ അപേക്ഷിച്ച് മാർജിനൽ സീസും ഇന്ത്യൻ ഓഷ്യനിൽ വളരെ കുറവാണ്. പ്രധാനപ്പെട്ട മാർജിനൽ സീസ് എന്ന് പറയുന്നത് മൊസാംബിക് ചാനൽ, റെഡ് സീ, പേർഷ്യൻ ഗൾഫ്, ആൻഡമാൻ സീ, അറേബ്യൻ സീ, ബേ ഓഫ് ബംഗാൾ തുടങ്ങിയവയാണ്. ഇനി ഐലൻഡ്സിന്റെ കാര്യം പറയുന്നെങ്കിൽ മേജർ ഐലൻഡ്സ് എന്ന് പറയുന്നത് മഡഗാസ്കറും ശ്രീലങ്കയുമാണ്. ഒപ്പം ഒത്തിരി സ്മോൾ ഐലൻഡ്സ് ആയിട്ടുള്ള സുത്ര, സാൻസിബാർ, കൊമാറോ, റീയൂണിയൻ, ഷെയ്ഷ്ലസ്, പ്രിൻസ് എഡ്വേർഡ്സ്, ക്രസറ്റ്, കർഗ്വേൻ, സെന്റ് പോൾ, റോഡ്രിഗസ്, മാൽഡീവ്സ്, ലാക്രി, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, ക്രിസ്മസ് ഐലൻഡ്സ് തുടങ്ങിയവയും കാണപ്പെടുന്നു. Indian subcontinent in the north divides Indian Ocean into Arabian Sea and Bay of Bengal. Indian subcontinent ആണ് ഇന്ത്യൻ ഓഷ്യനെ അറേബ്യൻ സീയും ബേ ഓഫ് ബംഗാളുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇന്ത്യൻ ഓഷ്യന്റെ ഏറ്റവും വൈഡർ ആയിട്ടുള്ള ഭാഗം കണ്ടുവരുന്നത് സദേൺ പോർഷനിലാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗൾഫ്സും അതുപോലെ മാർജിനൽ സീസും നമുക്ക് നോക്കാം. അറേബ്യൻ സീ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ലക്ഷദ്വീപ് സീ, അതായത് ലാക്ഡീവ് സീ കാണാൻ സാധിക്കുന്നുണ്ട്. ഗൾഫ് ഓഫ് ഒമാൻ, ഗൾഫ് ഓഫ് പേർഷ്യ, ഗൾഫ് ഓഫ് ഈഡൻ, റെഡ് സീ, മൊസാംബിക് ചാനൽ തുടങ്ങിയവ കാണാൻ സാധിക്കുന്നു. മേജർ ആൻഡ് മൈനർ ഐലൻഡ്സ് നമുക്ക് നോക്കാം. ശ്രീലങ്ക, മാൽഡീവ്സ്, കൊമോറസ്, മഡഗാസ്കർ, സെയ്ച്ചലസ്, മൗറിറ്റസ്, ഒപ്പം തന്നെ ലക്ഷദ്വീപ്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, ബാനിയാക് ഐലൻഡ്സ്, ബ്രിട്ടീഷ് ഇന്ത്യൻ ഓഷ്യൻ ടെറിട്ടറി, then Cocos Islands, Christmas Islands, Barrow Islands തുടങ്ങിയവ കാണാൻ സാധിക്കും. The Indian Ocean is divided into 3 zones based on the regional characteristics. റീജിയണൽ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ബേസിൽ ഇന്ത്യൻ ഓഷ്യനെ 3 സോണായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. വെസ്റ്റേൺ സോൺ, ഈസ്റ്റേൺ സോൺ, സെൻട്രൽ സോൺ. വെസ്റ്റേൺ സോൺ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ആഫ്രിക്കൻ കോസ്റ്റ് മുതൽ മിഡ് ഇന്ത്യൻ ഓഷ്യാനിക് റിഡ്ജ് വരെയാണ്. ഈ ഒരു ഭാഗത്തിന്റെ പ്രത്യേകത ഒത്തിരി ഐലൻഡ്സ് ഇവിടെ കണ്ടുവരുന്നുണ്ട്. ഇവിടുത്തെ ആവറേജ് ഡെപ്ത് 3650 മീറ്റർ ആണ്. ഈസ്റ്റേൺ സോൺ, ഇന്ത്യൻ ഓഷ്യനിലെ ഏറ്റവും ഡീപ്പസ്റ്റ് സോണാണ് ഈസ്റ്റേൺ സോൺ എന്ന് പറയുന്നത്. ഇവിടുത്തെ ആവറേജ് ഡെപ്ത് എന്ന് പറയുന്നത് 5500 മീറ്റർ ആണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കോണ്ടിനെന്റൽ ഷെൽഫ്സ് വളരെ നാരോ ആണ്, പക്ഷെ വളരെ സ്റ്റീപ്പ് ആയിട്ടുള്ള സ്ലോപ്സ് ആണ് ഇവിടെ കണ്ടുവരുന്നത്. The central zone, it represents the mid-oceanic ridges where many tiny islands are located. സെൻട്രൽ സോണിൽ പ്രധാനമായിട്ടും കവർ ചെയ്യുന്നത് മിഡ് ഇന്ത്യൻ ഓഷ്യാനിക് റിഡ്ജ് ആണ്. ഒപ്പം തന്നെ ഒത്തിരി ടൈനി സ്മോൾ ഐലൻഡ്സും അവിടെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. Continental shelf. There is a wide range of variation in the continental shelf of Indian Ocean. Quite extensive shelves are found along the margins of Arabian Sea and Bay of Bengal. Similarly, extensive shelves are observed along the eastern coast of Africa and around Madagascar, which it itself located on the continental shelf. On an average, the continental shelves are wide as 640 km in the west, whereas narrow as 160 km along the coast of Java and Sumatra. Continental shelves become narrow along the northern coast of Antarctica.
മറ്റ് രണ്ട് ഓഷ്യൻസിനെ പോലെ തന്നെ ഇന്ത്യൻ ഓഷനിലെ കോണ്ടിനെന്റൽ ഷെൽഫിന്റെ റേഞ്ച് എന്ന് പറയുന്നത്, അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് വേരി ചെയ്താണ് കാണപ്പെടുന്നത്. വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള കോണ്ടിനെന്റൽ ഷെൽഫ്സ് ആണ് അറേബ്യൻ സീയുടെയും അതുപോലെ തന്നെ ബേ ഓഫ് ബംഗാളിന്റെയും മാർജിൻസിൽ കണ്ടുവരുന്നത്. ഒപ്പം എക്സ്റ്റെൻസീവ് ഷെൽഫ്സ് ആഫ്രിക്കയുടെ ഈസ്റ്റേൺ കോസ്റ്റിൽ കണ്ടുവരുന്നുണ്ട്. ഒപ്പം തന്നെ മഡഗാസ്കറിന് ചുറ്റും കണ്ടുവരുന്നുണ്ട്. മഡഗാസ്കർ എന്ന് പറയുന്ന ഒരു ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത് തന്നെ കോണ്ടിനെന്റൽ ഷെൽഫിലാണ്. കോണ്ടിനെന്റൽ ഷെൽഫിന്റെ ഒരു ആവറേജ് വിഡ്ത്ത് പറയുന്നെങ്കിൽ അതിന്റെ ഒരു മാക്സിമം എക്സ്റ്റൻഷൻ വരുന്നത് 640 കിലോമീറ്റർ ആണ്, അതായത് ഇന്ത്യൻ ഓഷ്യന്റെ വെസ്റ്റേൺ ഭാഗത്ത്. അതേസമയം വളരെ നാരോ ആയിട്ട് അത് കാണപ്പെടുന്നത് ഇന്ത്യൻ ഓഷ്യന്റെ ഈസ്റ്റേൺ ഭാഗത്താണ്, പ്രത്യേകിച്ച് ജാവ സുമാത്ര കോസ്റ്റിലും. അതുപോലെ തന്നെ സദേൺ ഭാഗത്ത്, അതായത് അന്റാർട്ടിക്കയുടെ നോർത്തേൺ ഭാഗത്തും കോണ്ടിനെന്റൽ ഷെൽഫ് എന്ന് പറയുന്നത് നാരോ ആയിട്ടാണ് കാണപ്പെടുന്നത്. Mid-oceanic ridge. The central ridge or mid-oceanic ridge, known as the Mid-Indian Oceanic Ridge, extends from the southern tip of Indian Peninsula in the north to the Antarctica in the south, almost in a north-south direction, forms a continuous chain of high islands. Mid-oceanic ridge അല്ലെങ്കിൽ Mid-Indian Oceanic ridge അല്ലെങ്കിൽ സെൻട്രൽ റിഡ്ജ് എന്ന് പറയുന്ന ഫീച്ചർ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഇന്ത്യൻ പെനിൻസുലയുടെ സദേൺ ടിപ്പ് മുതൽ അന്റാർട്ടിക്കയുടെ നോർത്ത് വരെയാണ്. ഇതൊരു നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് ഇതിന്റെ എക്സ്റ്റൻഷൻ വരുന്നത്. മാത്രമല്ല ഒരു കണ്ടിന്യൂസ് ചെയിൻ ഓഫ് ഹൈലൻഡ്സ് ആണ് മിഡ് ഓഷ്യാനിക് റിഡ്ജ് എന്ന് പറയുന്നത്. Wherever the central ridge or its branches emerge above the sea level, islands are formed. എവിടേക്കാണോ മിഡ് ഓഷ്യാനിക് റിഡ്ജസിന്റെ ബ്രാഞ്ചസ് അല്ലെങ്കിൽ അതിന്റെ സെൻട്രൽ റിഡ്ജ് സീ ലെവലിന് മുകളിൽ കാണപ്പെടുന്നത് അവിടേക്ക് അത് ഐലൻഡ്സ് ആയിട്ടാണ് മാറിയിട്ടുള്ളത്. The main central ridge starts from the continental shelf of the southern tip of Indian Peninsula with an average width of 320 km. മിഡ് ഓഷ്യാനിക് റിഡ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ പെനിൻസുലയുടെ സദേൺ ടിപ്പിലുള്ള കോണ്ടിനെന്റൽ ഷെൽഫിൽ നിന്നാണ്. ഇവിടെ അതിന്റെ ആവറേജ് വിഡ്ത്ത് എന്ന് പറയുന്നത് 320 കിലോമീറ്റർ ആണ്. ഇനി ഈ ഒരു ഭാഗത്ത് മിഡ് ഇന്ത്യൻ ഓഷ്യാനിക് റിഡ്ജിനെ വിളിക്കുന്ന പേര് മാൽഡീവ് റിഡ്ജ് അല്ലെങ്കിൽ ലാക്കഡി ചാഗോസ് റിഡ്ജ് എന്നാണ്. The ridge further extends southward and widens near the equator, and here it is called Chagos St. Paul Ridge between equator and 30 degrees south latitude, where the average width becomes 320 km. ഇന്ത്യൻ ഓഷ്യാനിക് റിഡ്ജ് കുറച്ച് സൗത്തിലോട്ട് വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഇക്വേറ്ററിന്റെ ഭാഗത്തോട്ട് എത്തുന്ന സമയത്ത് അതിന്റെ വിഡ്ത്ത് എക്സ്റ്റെൻഡ് ചെയ്ത് കാണപ്പെടുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത്, അതായത് ഇക്വേറ്ററിനും 30 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡിനും ഇടയിൽ ഈ ഒരു റിഡ്ജ് അറിയപ്പെടുന്നത് ചാഗോസ് സെന്റ് പോൾ റിഡ്ജ് എന്നാണ്. ഇവിടെ അതിന്റെ ആവറേജ് വിഡ്ത്ത് എന്ന് പറയുന്നത് 320 കിലോമീറ്റർ ആണ്. The ridge further widens to 1600 km between 30 degrees south and 50 degrees south latitudes and is known as Amsterdam St. Paul Plateau. ആ റിഡ്ജ് വീണ്ടും താഴോട്ട് വരുന്ന സമയത്ത്, അതായത് 30 ഡിഗ്രി സൗത്തും 50 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ്സിന്റെയും ഇടയിൽ അതിന്റെ വിഡ്ത്ത് നന്നായിട്ട് കൂടുന്നുണ്ട്. അവിടെ അതിന്റെ ആവറേജ് വിഡ്ത്ത് എന്ന് പറയുന്നത് 1600 കിലോമീറ്റർ ആണ്. അവിടെ അത് അറിയപ്പെടുന്നത് ആംസ്റ്റർഡാം സെന്റ് പോൾ പ്ലേറ്റോ എന്നാണ്. The central ridge bifurcates to the south of 50 degrees south latitudes. ഈ 50 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ്സിൽ എത്തുമ്പോൾ ഈ ഒരു മെയിൻ റിഡ്ജ് രണ്ടായിട്ട് ബൈഫർക്കേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. വെസ്റ്റേൺ ബ്രാഞ്ച് is known as Kerguelen Gasberg Ridge and extends in northwest southeast direction between 48 degrees south and 63 degrees south, and the eastern branch is known as Indian Antarctic Ridge. 50 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡിൽ ബൈഫർക്കേറ്റ് ചെയ്ത് പോകുന്ന വെസ്റ്റേൺ ബ്രാഞ്ചിനെ അറിയപ്പെടുന്നത് കെർഗുലൻ ഗോസ്ബർഗ് റിഡ്ജ് എന്നാണ്. ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് നോർത്ത് വെസ്റ്റ് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ്, പ്രത്യേകിച്ച് 48 ഡിഗ്രി സൗത്ത് 63 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ്സിന് ഇടയിൽ. ഈസ്റ്റേൺ ബ്രാഞ്ചിനെ അറിയപ്പെടുന്നത് ഇന്ത്യൻ അന്റാർട്ടിക് റിഡ്ജ് എന്നാണ്. ബ്രാഞ്ചസ് ഓഫ് സെൻട്രൽ റിഡ്ജ്. സെൻട്രൽ റിഡ്ജിന്റെ മറ്റു ബ്രാഞ്ചസ് ഏതൊക്കെയാണെന്ന് നോക്കാം. Socotra-Chagos Ridge. Socotra-Chagos Ridgeനെ കാസ്ബർഗ് റിഡ്ജ് എന്നും അറിയപ്പെടാറുണ്ട്.
ഇത് എമേർജ് ചെയ്യുന്നത് 5 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡിൽ നിന്നാണ്. ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ പോകുന്നത് നോർത്ത് വെസ്റ്റേൺ ഡയറക്ഷനിലോട്ടാണ്. നോർത്ത് ഈസ്റ്റ് ആഫ്രിക്കയുടെ ഗാഡാഫുള്ളി പെൻസില വരെയാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കാണപ്പെടുന്നത്. സെക്കൻഡ് ഈസ് സിയാലിസ് മൗറിറ്റസ് റിച്ച്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, സിയാലിജിസ് മുതൽ മൗറിറ്റസ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കാണപ്പെടുന്ന ഒരു റിച്ച് ആണ് സിയാച്ചിലിസ് മൗറിറ്റസ് റിച്ച് എന്ന് പറയുന്നത്. ഈ റിച്ച് ബൈഫർക്കേറ്റ് ചെയ്യുന്നത് 18 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ്സ്, അതായത് മൗറിറ്റീസ് ഐലൻഡ്സിന്റെ അടുത്ത് നിന്നാണ്. നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ് ഇത് റൺ ചെയ്യുന്നത്. അതിന്റെ ഷേപ്പ് ഏതാണ്ട് ഒരു ആർക്യൂട്ട് സർക്കുലർ ഷേപ്പ് ആണ്. എക്സ്റ്റെൻഡ് ചെയ്യുന്നത് സിയാലിജിസ് വരെയാണ്. Then മഡഗാസ്കർ റിച്ച്. മഡഗാസ്കർ റിഡ്ജ് സ്ട്രെച്ച് ചെയ്യുന്നത് മഡഗാസ്കർ ഐലൻഡിന്റെ സദേൺ ടിപ്പ് മുതൽ 40 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ്സ് വരെയാണ്. ഇനി ഇതേ റിഡ്ജിന് 40 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡിനും 48 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡിനും ഇടയിൽ അറിയപ്പെടുന്നത് പ്രിൻസ് എഡ്വാർഡ് ക്രോസർ റിഡ്ജ് എന്നാണ്. Then another ridge bifurcates from 23 degrees south latitude and it runs in a southwestern branch direction and it is known as Southwest Indian Ridge. 90 East Ridge. 90 East Ridge എന്ന് പറയുന്നത് ഐരാവതി റിവറിന്റെ മൗത്തിലുള്ള കോണ്ടിനെന്റൽ ഷെൽഫിൽ നിന്നാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഇത് പോകുന്ന ഡയറക്ഷൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻ ആണ്. 90 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിന് പാരലൽ ആയിട്ടാണ് 90 ഈസ്റ്റ് റിഡ്ജ് റൺ ചെയ്യുന്നത്. ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് 40 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ്സ് വരെയാണ്. ഈ 40 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡിൽ അത് ആംസ്റ്റർഡാം സെന്റ് പോൾ പ്ലേറ്റു ആയിട്ട് മെർജ് ചെയ്യുന്നു. മേജർ റിഡ്ജസ് നമുക്ക് നോക്കാം. 90 ഈസ്റ്റ് റിഡ്ജ്, കാൽസ്ബർഗ് റിഡ്ജ്, മാസ്കറിൻ പ്ലേറ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സിയാലജിസ് എമറേറ്റഡ് ഐലൻഡ്സ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മിഡ് ഇന്ത്യൻ റിഡ്ജ്, സൗത്ത് ഈസ്റ്റ് ഇന്ത്യൻ റിഡ്ജ്, ദെൻ സൗത്ത് വെസ്റ്റ് ഇന്ത്യൻ റിഡ്ജ് കാണാൻ സാധിക്കുന്നുണ്ട്. കെർഗുലിയൻ പ്ലേറ്റു, കെർഗുലിയൻ ഐലൻഡ്സ്, ആംസ്റ്റർഡാം സെന്റ് പോൾ ഐലൻഡ്, ക്രോസഡ് ബേസിൻ തുടങ്ങിയവ കാണാൻ സാധിക്കുന്നുണ്ട്. ഓഷ്യൻ ബേസിൻ. മിഡ് ഇന്ത്യൻ ഓഷ്യാനിക് റിഡ്ജ് ഇന്ത്യൻ ഓഷ്യനെ രണ്ട് മേജർ ഓഷ്യൻ ബേസിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈസ്റ്റേൺ ബേസിനും വെസ്റ്റേൺ ബേസിനും. അപ്പൊ അതിന് ഒത്തിരി സബ് ബേസിൻസ് കാണപ്പെടുന്നുണ്ട്. അത് ഏതൊക്കെ ബേസിൻസ് ആണെന്ന് നോക്കാം. ഒമാൻ ബേസിൻ. It faces the Gulf of Oman. It is spread over the extensive continental shelf with an average depth of about 3,658 meter. ഒമാൻ ബേസിൻ ഫേസ് ചെയ്യുന്നത് ഗൾഫ് ഓഫ് മെക്സിക്കോ ആണ്. ഇത് ഒരു എക്സ്റ്റൻസീവ് കോണ്ടിനെന്റൽ ഷെൽഫിൽ സ്പ്രെഡ് ചെയ്ത് കാണപ്പെടുന്നുണ്ട്. ഇതിന്റെ ആവറേജ് ഡെപ്ത് വരുന്നത് 3,658 മീറ്റർ ആണ്. അറേബ്യൻ ബേസിൻ. The Arabian Basin is located in a circular shape between Lacus Chagos Ridge and Socotra Chagos Ridge with a depth of about 3,600 to 5,486 meter. അറേബ്യൻ ബേസിൻ എന്ന് പറയുന്നത് ലാക്രി ചാഗോസ് റിജിനും സൊക്കാട്രോ ചാഗോസ് റിജിനും ഇടയിൽ ഒരു സർക്കുലർ ഷേപ്പിലാണ് കാണപ്പെടുന്നത്. ഇതിന്റെ ആവറേജ് ഡെപ്ത് എന്ന് പറയുന്നത് 3,600 മുതൽ 5,486 മീറ്റർ വരെയാണ്. സൊമാലി ബേസിൻ. Somali Basin is bordered by Socotra Chagos Ridge in the northwest, Central Ridge in the east, Seychelles Mountain Ridge in the southwest, and African coast in the west. And the average depth is 3,600 meter. Somali Basin ചുറ്റുപാടും കാണപ്പെടുന്നത് നോർത്ത് വെസ്റ്റില് സൊക്കാട്രോ ചാഗോസ് റിഡ്ജും ഈസ്റ്റില് സെൻട്രൽ റിഡ്ജും സൗത്ത് വെസ്റ്റില് സിയാലിസ് മൗറിറ്റസ് റിഡ്ജും വെസ്റ്റില് ആഫ്രിക്കൻ കോസ്റ്റും. ഇവിടുത്തെ ആവറേജ് ഡെപ്ത് എന്ന് പറയുന്നത് 3,600 മീറ്റർ ആണ്. Mauritius Basin. Mauritius Basin is located between Southwest Indian Ridge and South Madagascar Ridge and extends between 20 degrees south to 40 degrees south latitude, and the depth varies between 3,600 to 5,486 meter. മൗറിറ്റസ് ബേസിൻ സ്ഥിതി ചെയ്യുന്നത് സൗത്ത് വെസ്റ്റ് ഇന്ത്യൻ റിജിനും സൗത്ത് മഡഗാസ്കർ റിജിനും ഇടയിലാണ്. അതായത് 20 മുതൽ 40 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ്സിന് ഇടയിൽ. ഇവിടുത്തെ ഡെപ്ത് വേരി ചെയ്യുന്നത് 3,600 മീറ്റർ മുതൽ 5,486 മീറ്റർ വരെയാണ്. ഏറ്റവും ഡീപ്പസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് 6,391 മീറ്റർ ആണ്. Mascarene Basin. It is an oval shape extends between Madagascar and Cialis Mauritius Ridge. ഒരു ഓവൽ ഷേപ്പ് ആയിട്ടുള്ള ഒരു ബേസിനാണ് മാസ്കുലിൻ ബേസിൻ എന്ന് പറയുന്നത്. ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് മഡഗാസ്കർ മുതൽ സിയാച്ചിലസ് മൗറിറ്റസ് റിഡ്ജ് വരെയാണ്. Agulhas Natal Basin. It is an elongated basin which is bordered by the Madagascar Ridge in the north and northeast, Prince Edward Crosser Ridge in the east, and Southeast African coast in the west and northwest, and the average depth is 3,600 meter.
അകുൽഖാസ് നാത്താൽ ബേസിൻ എന്ന് പറയുന്നത് ഒരു ഇലോങ്ങേറ്റഡ് ബേസിൻ ആണ്. ഇതിന്റെ ബോർഡർ ചെയ്ത് വരുന്നത് നോർത്തിലും നോർത്ത് ഈസ്റ്റിലും മഡഗാസ്കർ റിഡ്ജും ഈസ്റ്റിലും സൗത്ത് ഈസ്റ്റിലും പ്രിൻസ് എഡ്വാർഡ് ക്രോസഡ് റിഡ്ജും വെസ്റ്റില് ആഫ്രിക്കൻ കോസ്റ്റും നോർത്ത് വെസ്റ്റിലും ആഫ്രിക്കൻ കോസ്റ്റും ആണ്. ആവറേജ് ഡെപ്ത് എന്ന് പറയുന്നത് 3600 മീറ്റർ ആണ്. അറ്റ്ലാന്റിക് ഇന്ത്യൻ അന്റാർട്ടിക് ബേസിൻ. It is an eastward continuation of the Atlantic Antarctic Basin. Atlantic Indian Antarctic Basin എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് അന്റാർട്ടിക് ബേസിന്റെ ഒരു ഈസ്റ്റ്വേർഡ് കണ്ടിന്യൂവേഷൻ ആണ്. ഇത് സ്ട്രെച്ച് ചെയ്യുന്നത് 70 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് മുതലാണ്. പിന്നെ ബോർഡർ ചെയ്ത് വരുന്നത് പ്രിൻസ് എഡ്വാർഡ് ക്രോസഡ് റിഡ്ജ് ആണ് നോർത്തില്, സൗത്തില് അന്റാർട്ടിക്കയും അതുപോലെ നോർത്ത് ഈസ്റ്റില് കെർഗുലിൻ ഗ്യാസ്ബർഗ് റിഡ്ജുമാണ്. ഇതിന്റെ ആവറേജ് ഡെപ്ത് എന്ന് പറയുന്നത് 3600 മീറ്റർ ആണ്. ഈസ്റ്റേൺ ഇന്ത്യൻ അന്റാർട്ടിക് ബേസിൻ. ഈസ്റ്റേൺ ഇന്ത്യൻ അന്റാർട്ടിക് ബേസിന്റെ ലൊക്കേഷൻ നോക്കാം. നോർത്തില് ആംസ്റ്റർഡാം, സെന്റ് പോൾ, പ്ലേറ്റു ആണ് അതിനെ കവർ ചെയ്ത് കാണപ്പെടുന്നത്. ദെൻ നോർത്ത് ഈസ്റ്റില് ഇന്ത്യൻ അന്റാർട്ടിക് റീജും സൗത്തിൽ വരുമ്പോൾ അന്റാർട്ടിക്കയും. ഇവിടുത്തെ ഡെപ്ത് എന്ന് പറയുന്നത് 3600 4800 മീറ്ററിനും ഇടയിലാണ് വേരി ചെയ്യുന്നത്. ഇനി കെർഗുലിൻ ഗ്യാസ്ബർഗ് റിഡ്ജ് ആണ് ഈ ഒരു ബേസിന് അറ്റ്ലാന്റിക് ഇന്ത്യൻ അന്റാർട്ടിക് ബേസിനിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നത്. വെസ്റ്റ് ഓസ്ട്രേലിയൻ ബേസിൻ വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടൊരു ബേസിൻ ആണ് വെസ്റ്റ് ഓസ്ട്രേലിയൻ ബേസിൻ എന്ന് പറയുന്നത്. ഇതൊരു റെക്ടാങ്കുലർ ഷേപ്പ് ആയിട്ടൊരു ബേസിൻ ആണ്. ഇത് സറൗണ്ട് ചെയ്ത് കാണപ്പെടുന്നത് സൗത്ത് വെസ്റ്റിൽ സൗത്ത് ഈസ്റ്റ് ഇന്ത്യൻ റിഡ്ജും വെസ്റ്റിൽ 90 ഈസ്റ്റ് റിഡ്ജും അതുപോലെ നോർത്ത് ഈസ്റ്റിൽ ജാവ സുമാത്രയുടെ കോണ്ടിനെന്റൽ ഷെൽഫ്സും വെസ്റ്റിൽ ഓസ്ട്രേലിയയുടെ കോണ്ടിനെന്റൽ ഷെൽഫുമാണ്. ഇവിടുത്തെ ആവറേജ് ഡെപ്ത് എന്ന് പറയുന്നത് 3600 മുതൽ 6100 മീറ്റർ വരെയാണ് വേരി ചെയ്യുന്നത്. ഒരു മാക്സിമം ഡെപ്ത് 6459 വരെ വരാറുണ്ട്. മിഡ് ഇന്ത്യൻ ബേസിൻ. മിഡ് ഇന്ത്യൻ ബേസിൻ ബോർഡർ ചെയ്ത് കാണപ്പെടുന്നത് വെസ്റ്റേൺ ഭാഗത്ത് സെൻട്രൽ റിഡ്ജും സൗത്ത് വെസ്റ്റേൺ ഭാഗത്തും സെൻട്രൽ റിഡ്ജ് തന്നെയാണ്. ഈസ്റ്റേൺ ഭാഗത്ത് 90 ഈസ്റ്റ് റിഡ്ജും ഒപ്പം നോർത്തേൺ ഭാഗത്ത് ബംഗാൾ പ്ലാറ്റുവുമാണ്. ഇവിടുത്തെ ആവറേജ് ഡെപ്ത് 3600 മീറ്റർ മുതൽ 6800 മീറ്റർ വരെയാണ്. മേജർ ബേസിൻസ് നോക്കാം. അകുൽഖാസ് ബേസിൻ, മെസാംബിക് ബേസിൻ, ക്രോസഡ് ബേസിൻ, then Mascarin Basin, Zamali Basin, Aman Basin, Arabian Basin, Mid-Indian Basin, Caucasus Basin, North Australian Basin, South Australian Basin, Perth Basin, Wharton Basin, etc. ഡീപ്സ് ആൻഡ് ട്രെഞ്ചസ്. ഇന്ത്യൻ ഓഷൻ എന്ന് പറയുന്ന ഓഷനിൽ പസഫിക് ഓഷനും അറ്റ്ലാന്റിക് ഓഷനും അപേക്ഷിച്ച് ഡീപ്സും ട്രെഞ്ചസും വളരെ കുറവാണ്. ഇന്ത്യൻ ഓഷന്റെ 60% കവർ ചെയ്യുന്നത് ഡീപ് സീ പ്ലെയിൻസ് ആണ്. ഇതിന്റെ ഒരു ഡെപ്ത് വേരി ചെയ്യുന്നത് 3600 മീറ്റർ മുതൽ 5487 മീറ്റർ വരെയാണ്. പ്രധാനപ്പെട്ട ഡീപ് സീ പ്ലെയിൻ എന്ന് പറയുന്നത് സൊമാലി അബീസൽ പ്ലെയിൻ ആണ്. മറ്റു പ്ലെയിൻസ് എന്ന് പറയുന്നത് സിലോൺ പ്ലെയിൻ, ദെൻ ഇന്ത്യൻ അബീസൽ പ്ലെയിൻ തുടങ്ങിയവയാണ്. സിഗ്നിഫിക്കന്റ് ആയിട്ട് ഇവിടെ കാണപ്പെടുന്ന ട്രെഞ്ചസ് എന്ന് പറയുന്നത് ജാവ അല്ലെങ്കിൽ സുന്ദർ ട്രെഞ്ച്, ഓപ് ട്രെഞ്ച്, മൗറിറ്റീസ് ട്രെഞ്ച്, അമറാൻഡി ട്രെഞ്ച് തുടങ്ങിയവയാണ്. മേജർ ട്രെഞ്ച് നമുക്ക് നോക്കാം. സുന്ദ ഓർ ജാവ ട്രെഞ്ച് ആണ് പ്രധാനപ്പെട്ട ട്രെഞ്ച്. ഡിയമാന്റീന ട്രെഞ്ച് ഉണ്ട്. ചാഗോസ് ലാക്കഡ് റിഡ്ജ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്.